നേരത്തെ ഘട്ടത്തിൽ റോഡിലാക്കുന്നു. പക്ഷെ ആ പൈപ്പ് കൂടി എല്ലാം വെള്ളം ഇല്ല, വരുന്നില്ല. അങ്ങനെ ഒരു സാധനം അതിനോട് വരുന്നില്ല. അതിന്റെ അടിയിൽ കൂടെ വരുന്നത്. ഇതിലും അതിന്റെ അപ്പുറത്തും വരുന്നുണ്ട്. ഇന്നലെ ഒരു ഒരു സ്വന്തം പൈസ കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് കയറി പോകുന്ന വഴി ഉണ്ടാക്കിയത്. 4 mm കോൺക്രീറ്റ് ചെയ്യുന്ന അവർ പറഞ്ഞത്. ഇത് എത്ര ഉണ്ടാവും നിങ്ങൾ നോക്കിയാ? തുപ്പിച്ച് ഇത് തേച്ച് പിടിപ്പിച്ചാണ്. ഒരു പറഞ്ഞത് 4 ഇഞ്ചിൽ എന്നാ പറഞ്ഞത്. 4 ഇഞ്ചിലാണ് പറഞ്ഞത്. നമ്മള് സാധാരണ പറയില്ല, നമ്മള് തേച്ച് പിടിപ്പിച്ച ആ പരിപാടിയാണ്. കോട്ടയിലെ ഞാൻ പറഞ്ഞത് ഒരു പറഞ്ഞത് 4 ഇഞ്ചിലാണ്. 4 ഇഞ്ച് ചെയ്ത സാധനത്തിന് നെറ്റാണ് കാണുന്നത്. മറിഞ്ഞു പോയിട്ടില്ല. ഇങ്ങനെ കാണി ഊരിക്ക് പോകുന്നതുകൊണ്ട് വെള്ളത്തിന് ശക്തി ഊരിക്ക് പോകുന്നതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് വെള്ളം പോകും. കല്ലുണ്ടേ കല്ലുണ്ട്. പതിയേട്ടൻ എല്ലാവർക്കും പതിയേട്ടൻ അവിടെ ആവണ്ട നോക്കണേ. കല്ലിട്ട് ഇതാണ് പുതിയ സ്റ്റാബുണ്ടല്ലോ, ഈ ടോട്ടൽ സ്റ്റാബ് ഇവരിത് പൂച്ച മക്കളെ കടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടുന്ന് എടുത്ത് അപ്പുറം കൊണ്ടാക്കും, അപ്പുറം എടുത്ത് ഇപ്പുറം കൊണ്ടാക്കും. ഈ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ആ 1.5 മീറ്റർ കമ്പി ആ കമ്പിയിൽ ഒന്ന് ഇതിങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതിന് ചെറിയ ഇറങ്ങുന്ന അവസ്ഥ ഇല്ലാണ്ടായിട്ടുണ്ട്. പൈപ്പിലൂടെയാണ് വെള്ളം വരുന്നത്. 16 mm കമ്പിയാണ് മനസ്സിലാക്കിയിട്ടുണ്ട്. റബ്ബർ കഷ്ടം വെച്ചിട്ട് കോഴിപ്പെട്ടി അടിക്കുന്ന പോലെ തന്നെ ഹൈവേ അതോറിറ്റിയും ഇതിന്റെ കോൺട്രാക്ടേഴ്സും ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ തള്ളിക്കളയായിരുന്നു ഇത്ര ദിവസം. കഴിഞ്ഞ ദിവസം മുക്കാലിൽ ഇത് വലിയ തരത്തിൽ അപകടം ഉണ്ടാക്കി അവിടെ നിന്നുള്ള ആളുകളെ മുഴുവൻ ഒഴിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ മടപ്പള്ളിയിൽ പിന്നെയും ഇത് ആവർത്തിക്കുകയാണ്. അപ്പോൾ അത് കേന്ദ്രമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധയപ്പെടുത്തും. അടിയന്തര നടപടികൾ ശാശ്വതമായത് വേണം. അത് എന്താണ് എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയണം. താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തീരാവുന്ന ഒരു പ്രശ്നമല്ല. അതുപോലെ തന്നെ സർവീസ് റോഡിനെ സംബന്ധിച്ചും ഡ്രെയിനേജിനെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ കിട്ടുന്നില്ല. DPRനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ജനങ്ങളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും അറിയുന്നത്. ഗൌരവതരമായ ഇടപെടലുകൾ ഉണ്ടാവും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഇങ്ങനെ ഭീഷണിയായിട്ട് ഈ നിർമ്മാണ പ്രവർത്തനത്തെ ഇങ്ങനെ മാറ്റുന്നത് ശരിയല്ല. കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ വേണം, നടപടികളും വേണം. അതിനുവേണ്ടി ശക്തമായി തന്നെ ഇടപെടും.